8,532 യു ആർ പ്രദീപിന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരുന്നു. 8,532 ചേലക്കരയിൽ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം കോൺഗ്രസിൽ നിന്നുള്ള ഒരു സന്ദേശമാണ്. വരവൂർ ദേശമംഗലവും വള്ളത്തോൾ നഗരം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കാണണമെന്ന്. അവിടെ തന്നെയുണ്ട്. ചേലക്കരയിലും മുള്ളൂർക്കരയിലും നമ്മൾ പാഞ്ഞാളിലും കൊണ്ടാഴിയിലും പഴയന്നൂർ വരെ ഉണ്ടാവും, തിരുവില്ലാമലയിലും ഉണ്ടാവും. അതെ അതെ, നിലവിൽ കണക്ക് പറയേണ്ട കഥയില്ല. ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ടതില്ല. ചേലക്കരയിൽ യു ആർ പ്രദീപ് വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പാലക്കാട് ആറാമത്തെ റൗണ്ടിലേക്ക് പാലക്കാട്. ആറാമത്തെ റൗണ്ടിലും യു ഡി എഫിന്റെ ലീഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ 500-ലധികം വോട്ടിന്റെ ലീഡാണ് കേട്ടോ. 500-ലധികം വോട്ടിന്റെ ഇപ്പോൾ നേരിയ ലീഡ് കൃഷ്ണകുമാർ ആ രീതിയിലേക്കാവും. 6 റൗണ്ട് കഴിയുമ്പോൾ 400 വരുള്ളൂ. അതായത് 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ എൻ ഡി എയുടെ ലീഡ് 400-ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നത് കാണാം. നമുക്ക് ആ ലീഡ് നില ഒന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 963 എന്നുള്ളത് എൻ ഡി എയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലീഡ് മാത്രമാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. 500-ൽ താഴെ മാത്രം ലീഡാണ് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ 6 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അത്ഭുതം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്തൂർ 1,75,792 വോട്ടിന്റെ ലീഡുമായി പ്രിയദർശിനിയായി പ്രിയങ്ക. അതെ, നോക്കൂ, 963 എന്നുള്ളത് മാറി 412. ബി ജെ പി ലീഡ് 412 കുറഞ്ഞിരിക്കുന്നു. ബി ജെ പിയുടെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെയിം ട്രെൻഡാണ്. അങ്ങനെയാണെങ്കിൽ 9,000-10,000 ശ്രീകണ്ഠൻ ഇഫക്ട് അതേ പോളിംഗ് നില വന്നിരിക്കുന്നു. അതേ രീതിയിലാണ് പാറ്റേൺ. അതെ, അതേ പാറ്റേണിലേക്ക് വന്നിരിക്കുന്നു. ലോക്സഭയുടെ അതേ ട്രെൻഡ് ആവർത്തിക്കുന്നു. ഷാഫി പിരായിരിൽ ഷാഫി ട്രെൻഡ് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ രാഹുലിന്റെ നല്ല ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധിക്കും. ശ്രീകണ്ഠൻ എന്തായാലും കറക്റ്റായി പണിയെടുത്തിട്ടുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതെ, 412 വോട്ട്